ഞാൻ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് തണുപ്പൊക്കെ തുടങ്ങി. അച്ചൂസ് എണീറ്റിട്ടുണ്ടായിരിക്കും, ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പയും മോളും കൂടെ എന്താക്കിയെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ചിലപ്പോൾ എന്നും കാണാറുള്ള കാഴ്ച തന്നെയായിരിക്കും. അപ്പയും മോളും കൂടെ അങ്ങ് സോഫയിൽ ഇരുന്നുറങ്ങുന്നുണ്ടാവും. ഈ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. കാരണം ആഴ്ചയിൽ 5 ദിവസത്തെ അടുപ്പിച്ചുള്ള നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഒരു 6ാമത്തെ ദിവസം എക്സ്ട്രാ ഒരു നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നൊരു ഫീലാണ് കേട്ടോ സൂചന്. കാരണം എൻ്റെ അമ്മാവളെ പെണ്ണ് കുഞ്ഞിതല്ലേ, അവൾ ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീച്ച് അവളുടെ അമ്മേനെ അന്വേഷിക്കും കേട്ടോ. അപ്പോൾ സൂചേട്ട അവളെ തോളത്തിട്ട് ഇങ്ങനെ താരാട്ടൊക്കെ പാടി അവസാനം അപ്പനും മോളും കൂടെ അങ്ങ് സോഫയിൽ വന്നിരുന്ന് ഉറങ്ങും. അമ്മയുടെ പൊന്നെ എണീറ്റാ, അമ്മ കുളിച്ചായിരുന്നു, അമ്മ കുളിച്ചാൻ പോയിതാ. അച്ചൂസ് റെഡിയായി നിൽക്കുന്നു സ്കൂളിൽ പോവാൻ. അച്ചൂസിനെ പരാതി കേട്ടാ. അപ്പേ അമ്മാളിനോട് പറയണേ, നിനക്ക് എന്ത് സുഖാടി, നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ ചേട്ടൻ്റെ പോലെന്ന്. അവളോട് കൊണ്ടോക്കോ. ഞാനിങ്ങനെ ചില ദിവസമൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കേ, പണ്ട് നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരും അങ്ങനെ നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, അല്ലെങ്കിൽ നീ നഴ്സിംഗ് പഠിക്കാനല്ലേ, നിനക്ക് എന്ത് സുഖാലേ എന്നൊന്നും ആരും ചോദിക്കാറില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് നഴ്സിംഗ് പഠിച്ച് ഓരോ രാജ്യത്തേക്ക് വേണ്ടിയുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്ത് അതും പാസ്സായി ഒരുപാട് പൈസ ചിലവാക്കി നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെത്തുമ്പോഴേ കേൾക്കുന്ന ഒരു സ്ഥിരം ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് കേട്ടോ, ഓ നിനക്കിപ്പോൾ എന്താ, നീ വിദേശ രാജ്യത്താണല്ലോ, നല്ല ജോലി, ശമ്പളം, എന്തു സുഖാല്ലേ, അടിപൊളി ലൈഫാണല്ലേ. നിങ്ങൾ കേൾക്കാറുണ്ടോ ഇങ്ങനെ? എന്നെപ്പോലെയുള്ള നഴ്സുമാർ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് വരുന്നത് ശരിയാണ്, നല്ല സാലറി അല്ലെങ്കിൽ ഒത്തിരി ബെറ്റർ ലൈഫ് ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന അടിപൊളി ലൈഫിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് കേട്ടോ ഈ കാണുന്നത്. ഉറക്കമില്ലാത്ത രാത്രികൾ, ഫിസിക്കൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ്. എന്തൊരു താളാത്മകമായ സംഗീതം. ചേട്ടാ ചേട്ടാ, എനിക്ക് നല്ല മധുരത്തിലൊരു സോഡ സർവത്ത്. എത്ര രൂപ? ചായക്കട പോയി 10 രൂപ കേട്ടോ. എത്ര രൂപ ചേട്ടാ? എന്നാ കുറച്ച് സോഡ ഒഴിച്ചാൽ മതി ചേട്ടാ. അങ്ങനെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെപ്പോലുള്ള നഴ്സുമാർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ആരും അത് പുറത്ത് പറയാറില്ലെന്ന് മാത്രം. ഞാൻ 2013 ജൂബിലിയിൽ വർക്ക് ചെയ്യാൻ കയറുമ്പോൾ എൻ്റെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് 5600 ആയിരുന്നു കേട്ടോ. 6000 പോലും തികച്ച് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരിയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടല്ലേ നാട്ടിൽ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടും നഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നത്. ഒന്നും അത്ര എളുപ്പമല്ല, ആരും നമ്മുടെ കയ്യിലേക്കൊന്നും കൊണ്ടുതരുന്നില്ല. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് വെച്ചോളും. ഈ തിരക്ക് പിടിച്ച ഡ്യൂട്ടിക്കുള്ളിൽ വല്ലപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോമൺ ആയിട്ടൊരു ഓഫ് കിട്ടുക. അന്ന് നമ്മൾ പ്ലാൻ ചെയ്തും പിള്ളേരെയും കൊണ്ട് ട്രിപ്പ് പോകട്ടോ. അത് എപ്പോഴും നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാനും അതുപോലെ ലൈഫ് ബോറടിക്കാതിരിക്കാനും നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.